ഏറ്റവും ചേച്ചിയിൽ ഇഷ്ടം തോന്നിയ ഒരു ക്വാളിറ്റി എന്താണ്? ഒരു ക്വാളിറ്റി ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. വീട്ടുകാർ അറിയാതെയാണോ പ്രണയിച്ചത്? വീട്ടുകാർ അറിഞ്ഞാലും കാര്യം പറഞ്ഞേക്കോ? അച്ഛൻ ഞാൻ പ്രണയിക്കാൻ പോകേണ്ടതുകൊണ്ട് പോവോ? ഐ ലവ് യു അങ്ങ് തുറന്ന് മുഖത്തടിച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെ പറയാൻ പറ്റും. എന്താണ് സിനിമ ഇത്? അച്ഛനമ്മമാർ അറിഞ്ഞപ്പോ എന്തെങ്കിലും യുദ്ധം അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല? അവളുടെ അച്ഛനമ്മയ്ക്ക് ലോട്ടറി അല്ലേ അടിച്ചേക്കണത്. എന്റെ കൂടെ ജോലി നിന്നിരുന്ന ഒരാളാണ്. ജോലിക്ക് നിന്നിരുന്ന പുകവലി? അതെ, ഈ വീഡിയോ എന്റെ കൂടെ ജോലിക്ക് നിന്നിരുന്നല്ലേ. അപ്പൊ ഇയാളെ പറഞ്ഞു വിട്ടപ്പോ ആ ജോലി ചെയ്യാൻ ആളില്ല ഇവിടെ. പുകവലി നിർത്തിന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാണോ? ഡോക്ടേഴ്സ് പറഞ്ഞിട്ട് അല്ലാതെ സ്വയമായിട്ട് നിർത്തില്ല. അല്ലാതെ ഭാര്യ സുനിത ചേച്ചി മക്കളൊന്നും പറഞ്ഞു? അവരൊക്കെ നിർത്തിയല്ല, പറഞ്ഞ് നിർത്തിയാണ്. അല്ലാതെ രണ്ട് പയ്യന്മാരായപ്പോ സലീമേട്ടന് തോന്നിയില്ല അയ്യോ എനിക്കൊരു പെൺകുട്ടി കൂടി ഇനി വേണം, അങ്ങനെയൊന്നും മുന്നോട്ട് ചിന്തിച്ചില്ല? അല്ല, അവള് പറഞ്ഞ പറ്റുള്ളൂ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാനും റെഡി ആയിരുന്നു. നമ്മളങ്ങ് വീഴ്ത്തിക്കളയെന്ന് പറയും ചിലവരുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്ന, അത് സലീമേട്ടന് ഫീൽ ചെയ്തത്? മണിയായിരിക്കും. മണിയുടെ മരണം പ്രതീക്ഷിക്കാത്ത ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ മണിയുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു കുറച്ച്. അവൻ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിരുന്നില്ല. ഞാൻ എല്ലാ അവസ്ഥകളും ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതിനെനിക്ക് വിഷമമില്ല. എന്റേതായിട്ടുള്ള എല്ലാ അവസ്ഥകളും. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്കൊരു ഗസ്റ്റിനെ ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മൂലം നമുക്ക് അദ്ദേഹത്തെ ലഭിച്ചിട്ടില്ല. ഇന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മളോടൊപ്പം മൈൽ സ്റ്റോൺ മേക്കേഴ്സുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം, എന്താ പറയേണ്ട അദ്ദേഹത്തെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടൻ, നാഷണൽ അവാർഡ് വിന്നറാണ്. ഏത് ഷെയ്ഡ് ഓഫ് ക്യാരക്ടേഴ്സും അനായാസേന ചെയ്യാൻ എനിക്ക് തോന്നുന്നു കാമ്പും കഴമ്പുമുള്ള കഥാപാത്രങ്ങളാണെങ്കിലും കോമഡി ആണെങ്കിലും അനായാസേന ചെയ്യാൻ കഴിവുള്ള ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ ഇന്നത്തെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് എന്ന് സ്വന്തം സലീം കുമാർ, ഞങ്ങളുടെ സ്വന്തം സലീമേട്ടനെ ഞാൻ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സലീമേട്ട അതിനോടൊപ്പം വരുമോ? നല്ലൊരു കൈഡി എടുക്കാം. സലീമേട്ടൻ is all here. ഇവിടെ അങ്ങനെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് എന്ന സ്വന്തം സലീം കുമാർ, ഞങ്ങളുടെ ഇന്നത്തെ ടൈറ്റിൽ സ്പോൺസർ ബെയ്റ്റ് ഹോംസ് ഫോർ പകുതി പണം കൊണ്ട് വീട് നിർമ്മിക്കാം ആൻഡ് പവേർഡ് ബൈ ഹാർവിയോര. മലയാളത്തിന്റെ സ്വന്തം സലീം കുമാർ is all here. സലീമേട്ടാ, എത്രയോ നാളിന് ശേഷമാണ് ഞാൻ സലീമേട്ടനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ സലീമേന്റെ ഒരു വീഡിയോ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഒരുക്കിയത് ഞങ്ങളൊന്ന് കാണിക്കാൻ പോവാണ്. ഞങ്ങൾ കാണിച്ച് സുഖിപ്പിക്കാൻ പോവാ. റെഡി? ചിരിയുടെ മാലപ്പടക്കത്തിന് എന്നും പൊൻതൂവൽ സമ്മാനിക്കുന്ന അതുല്യ കലാകാരൻ സലീം കുമാർ. വേറിട്ട കഥാപാത്രങ്ങൾ ഒരേപോലെ എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത വ്യത്യസ്തമായ അഭിനയ ശൈലി. സലീം കുമാർ എന്ന അഭിനയ സൗകുമാര്യം മലയാളികൾക്ക് മുൻപിൽ നിറഞ്ഞാടുമ്പോൾ ആ ചിരിയും പുഞ്ചിരിയും പൊട്ടിച്ചിരിയും ബിഗ് സ്ക്രീനിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മണവാളനും പ്യാരിലാലും ഡാൻസ് മാസ്റ്റർ വിക്രമും രാജാ കണ്ണും ഉമാകാന്തനും ഉൾപ്പെടെ സലീം കുമാറിന്റെ ഹാസ്യപരിക്ക് മാറ്റുകൂട്ടിയ കഥാപാത്രങ്ങൾ എണ്ണിയാലൊടുങ്ങില്ല. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ സലീം കുമാറിനെ തേടിയെത്തിയത് അംഗീകാരങ്ങളുടെ പെരുമഴ. നടൻ എന്നതിലുപരി സംവിധായകനായും സലീം കുമാർ ബിഗ് സ്ക്രീനിൽ തൻ്റെ സ്ഥാനമുറപ്പിച്ചപ്പോൾ സലീം കുമാർ എന്ന പേര് മലയാള സിനിമയുടെ ഹൃദയത്തിൽ പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം പതിയുകയാണ്. അന്നും ഇന്നും എന്നും സലീം കുമാർ എന്ന പേര് ഏതൊരു പ്രേക്ഷകന്റെയും മനസ്സിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തുകയാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് എന്ന് സ്വന്തം സലീം കുമാർ. സ്വാഗതം ചിരിയുടെ സുൽത്താൻ സലീം കുമാറിന്. ചിരിയുടെ സുൽത്താൻ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന് മൈൽ സ്റ്റോൺ മേക്കേഴ്സിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം. എത്രയോ നാളുകളായിട്ട് ഞങ്ങളുടെ ഷാൽബിനും അപ്പൂസും എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സലീമേട്ടൻ പക്ഷെ വന്നിട്ടേ ഇല്ല. ഇന്നാണ് സലീമേട്ടനെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക്
ഏറ്റവും അടുപ്പമുള്ള ഒരാൾ സലീമേട്ടനാണ്. കാരണം 5 വർഷം ഞങ്ങളൊരു റിയാലിറ്റി ഷോയിൽ എൻ്റെ ജഡ്ജായിരുന്നു സലീമേട്ടൻ. ഡി മീരേ എന്നെന്നെ കൃത്യമായിട്ട് വിളിക്കുന്ന ഒരേ ഒരാൾ സലീമേട്ടനായിരിക്കും. പിന്നെ സലീമേട്ടൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസം, സലീമേട്ടൻ ഓർമ്മ കാണത്തില്ല, പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസം അന്ന് രാത്രി ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ എനിക്ക് കിട്ടിയ ഫസ്റ്റ് കോൾ സലീമേട്ടൻ്റെ ആയിരുന്നു. അപ്പം വെരി ക്ലോസ്. പിന്നെ എന്തുണ്ട് വിശേഷം, എന്തുണ്ട് സലീമേട്ടാ? നല്ല വിശേഷം, അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ. പിന്നെ വേറെ ശാരീരികമായിട്ട് വേറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ആയിട്ട് വരുന്നു. ഒരു കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വർക്ക്ഷോപ്പിൽ പോവും, തിരിച്ച് റെഡി ആയിട്ട് വരും. ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. എന്നാ പറ്റിയേ, എന്നാ പറ്റിയത്, എന്നാ പറ്റിയേ, എന്നാ പറ്റിയ സത്യം പറ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അല്ലറയുള്ള കുഴപ്പങ്ങളുണ്ട്, അത് വന്നും പോയിക്കൊണ്ടിരിക്കും. അതാ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ബ്രേക്കിന്റെ സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ പോയി ഒരു പുകയൊക്കെ എടുത്തിട്ട് തിരിച്ചു വരുന്ന സലീമേട്ടനാണ് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പൊ പുകവലി കുറവുണ്ടോ? പുകവലി ഇല്ല ഇപ്പോ, ഇല്ല, നിർത്തി. അപ്പൊ അതിന് പകരം ഒരു സാധനം ഇല്ല, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ആണോ? അതും കൂടിയ സാധനം ഒന്നും അല്ല, ചെറിയൊരു ബീഡി മതി സലീമേട്ടന്. അതെ മതി, പക്ഷേ അതിന് നിർത്തിയപ്പോ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഗ്യാപ്പായിട്ട് നിൽക്കുകയാണ്. 15-ാം വയസ്സ് തുടങ്ങി പുകവലിയാ. അത് ഒരു സുപ്രഭാതത്തിൽ നിർത്തിയാണ് കട്. നിർത്തി കഴിഞ്ഞപ്പോ അതിന് ഗ്യാപ്പുണ്ട്. അപ്പൊ ചോറിയിട്ടൊക്കെ ഉണ്ട്, നമ്മൾ കൈ അറിയാതെ ഇങ്ങനെ വായിലേക്ക് പോവും, അറിയാതെ, അമ്മ അറിയാതെ തന്നെ ഇങ്ങനെ വായിലേക്ക് പോവും. അപ്പൊ ഒരു ദിവസം ഞാൻ ഉറക്കം എഴുന്നേറ്റ് സാധാരണ ഇങ്ങനെ ഉറക്കം എഴുന്നേക്കണത് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയേക്കുള്ളൂ. സ്വപ്നത്തിലൊക്കെ ഇരുന്നിട്ടേ ഇതാണില്ല. അല്ല സത്യമാണ് കേട്ടോ കാര്യം. ഞങ്ങളുടെ ഒരു സ്കിറ്റ് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ബ്രേക്ക് കിട്ടും. സലീമേട്ടൻ ഏതെങ്കിലും ഒരു ഈ പറഞ്ഞ ഒരു പൂച്ചട്ടി വിളയിൽ സലീമേട്ടൻ കാര്യമായിട്ട് ഒരു ബീഡി, അത് കൂടിയത് വലിക്കില്ല. അപ്പൊ ഞങ്ങൾ പറയും സലീമേട്ട ഈ ഇച്ചിരി കൂടിയല്ല ബ്രാൻഡ് വലിക്കും. വേണ്ട ഇതാണ് ശീലം, ഇതേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞൊരു ചെറിയ ബീഡിയും വലിച്ചിങ്ങനെ പുകച്ചു നിൽക്കുന്ന സലീമേട്ടനെയാണ്. അതിനുശേഷം ഒരു ലഹരി. എന്തായിരുന്നു സലീമേട്ട പുകവലി നിർത്തി എന്ന് പറഞ്ഞു? ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാണോ? അല്ലാതെ സ്വയമായിട്ട് നിർത്തില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമാണത്. ആണല്ലേ? വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. അല്ലാതെ ഭാര്യ സുനിത ചേച്ചി മക്കളൊന്നും പറഞ്ഞു? അവരൊക്കെ നിർത്തിയല്ല, പറഞ്ഞ് നിർത്തിയാണ്. അല്ലാതെ അല്ല ഡോക്ടേഴ്സ് പറഞ്ഞപ്പോ എത്ര നാളായി ഏട്ടാ വലിച്ചിട്ട്? ഞാനിപ്പോ 3 മാസമായി വലിച്ചിട്ട്. 3 മാസം? അയ്യോ വലിയ കാലയളവാണ് കേട്ടോ. കാരണം വിട്ടു പിരിയാൻ പറ്റാത്ത നിങ്ങൾ തമ്മിൽ ഒരു എന്തോ 15 വയസ്സ് തുടങ്ങിയാണ്. 15 വയസ്സ്. ഇപ്പൊ സലീമേട്ടൻ എത്ര വയസ്സെന്ന് ഞാൻ ചോദിക്കത്തില്ല. ഞാൻ പറയും, എനിക്കെന്താണ് പറയുന്നത്, 54 വയസ്സുണ്ട്. 54 വയസ്സ്. അപ്പം അത്രയും വർഷമായി. 54 - 15 എന്ന് പറയുമ്പോ എത്രയായി? ഇത്രയും വർഷത്തെ 39 വർഷത്തെ 39 വർഷത്തെ കൂട്ടുകാരനെയാണ് ഒരു സുപ്രഭാതത്തിനും വേണമെന്ന് നോക്കണത്. അയ്യോ, കൂട്ടുകാരൻ മാത്രമല്ല, എന്റെ കൂടെ ജോലി നിന്നിരുന്ന ഒരാളാണ്. ജോലിക്ക് നിന്നിരുന്ന പുകവലി? അതെ, ഈ വീഡിയോ എന്റെ കൂടെ ജോലിക്ക് നിന്നിരുന്നല്ലേ. അപ്പൊ ഇയാളെ പറഞ്ഞു വിട്ടപ്പോ ആ ജോലി ചെയ്യാൻ ആളില്ല ഇവിടെ. ഇനി കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ മെമ്മറീസിലോട്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ പോവാണ്. സലീമേട്ടന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു സെഗ്മെന്റ്. പ്ലീസ് നമുക്ക് അതിലോട്ട് നമുക്കൊന്ന് കിടക്കാം. മണി, ആദാമിന്റെ മകൻ അബു. ആദാമിന്റെ മകൻ നാഷണൽ അവാർഡ് നേടിത്തന്ന ചിത്രം അല്ലേ ഏട്ടാ? അതെ. എനിക്കോട് മനുഷ്യനായിട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധം പുലർത്തിയ ഒരാൾ കൂടിയാണ് സലീമേട്ടൻ എന്ന് പറയുന്നത്. ഈ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ മനുഷ്യൻ ഉണ്ടായിരുന്നെങ്കിൽ മലയാളത്തിൽ ഏറ്റവും ഭയങ്കര എന്താ പറയാ ബിസി ആയിട്ട് ഓടി നടക്കുന്ന ഒരാളായിരിക്കും അല്ലേ? ഇല്ലല്ലോ, അപ്പൊ ഇവിടെ പണ്ടത്തെ കാര്യമുള്ളൂ. അപ്പൊ അതൊന്നും നമ്മൾ വിചാരിച്ച കാര്യമില്ല, ഓരോന്നിനും ഓരോ സമയമുണ്ട്. എന്നാലും മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കാര്യം, ഒരുപാട് മെമ്മറീസ് ഉണ്ടെന്നറിയാം, ഒരുപാട് സ്റ്റേജസ്, ഒരുപാട്. എന്നാലും പെട്ടെന്ന് മണി സംസാരിക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. ആണോ? അതെ. ഇനി ഏറ്റവും സുന്ദരിയായ നടി കാവ്യ എന്ന് പറഞ്ഞു. പിന്നെ ജഗതി ചേട്ടനുണ്ട്. ഞാൻ കാവ്യനെ പ്രേമിക്കാൻ ആളാണ്. ആണ് കെട്ടാനൊക്കെ നടക്കുന്നത്. അതെ അതെ, ജഗതി ചേട്ടന് താല്പര്യം ഉണ്ടെന്നാനും. ജഗതി ചേട്ടനാണ് അച്ഛൻ. എന്നാൽ അമ്പിളി ചേട്ടനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയോ ഇത് വെക്കുന്നു? അമ്പിളി ചേട്ടൻ വെച്ചാല് ഗ്രേറ്റ് അല്ലേ, ലെജൻഡ് അല്ലേ. കാരണം പലരും ആ സമയത്ത് പറഞ്ഞു അമ്പിളി ചേട്ടൻ്റെ ആ ഒരു സ്പേസിലേക്ക് ഇതേ സലീമേട്ടൻ ഇങ്ങനെ എത്തുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര വേറിട്ട രീതിയിൽ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത രണ്ടുപേരുമാണ്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ കൂടുതൽ സിനിമാ കാര്യങ്ങളാണോ അല്ലാത്ത വിശേഷങ്ങളാണോ സംസാരിക്കാറ്?
അല്ലാത്ത അപൂർവമായിട്ടോ അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരോടും ഇടപെടുന്ന മനുഷ്യനൊന്നുമില്ല. മനസ്സിലായി. ഏറ്റവും ഭയങ്കര ഓവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആരായിരിക്കും ഈ ഒരു സെക്ടറിൽ? ഭയങ്കര വന്ന് കിടന്നാൽ ചാടി നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ആയിട്ടുള്ള സീറ്റ്സ് കാണുമ്പോഴേക്കും ഇവരൊക്കെ എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ അമ്പിളിച്ചേട്ടനൊക്കെ ഒരു ലൊക്കേഷനിൽ വന്നു അഡ്ജസ്റ്റ് ആയപ്പോൾ എന്നടാ, അത് കഴിഞ്ഞ് അവർ ഷോട്ടിലേക്ക് കയറി ഷോട്ട് എടുക്കുന്നു. ഓഡിയൻസ് കാണുന്നത് ഇത് മാത്രമാണ്. അതിനിടയ്ക്ക് ഒരു 100,000 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള സംസാരമായിരിക്കും ഇതിൻ്റെ കൂടെ ഉള്ളത് എന്നാണ്. മനസ്സിലായി. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തു നിന്ന് വരുന്നു, ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ പോകാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ അപൂർവങ്ങളായിട്ട് ഒക്കെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ക്രിയേറ്റ് എന്നാലും ചെയ്യും. ഭയങ്കര എനർജി ലെവൽ ഉണ്ടെന്ന് തോന്നിയ സെറ്റിൽ ഓഫ് ടൈമിലും ഏറ്റവും എനർജി ഉണ്ടെന്ന് തോന്നിയ ഒരു താരം ആരായിരിക്കും സലീമേട്ടൻ? അതായത് എങ്ങനെയാ? ഭയങ്കര ഓവർ എനർജിയിൽ ഇങ്ങനെ ഓടിച്ചാടി നടന്ന് ഒട്ടും ഓഫ് ആവാതെ ഇങ്ങനെ നിൽക്കത്തില്ലേ? അതെല്ലാവർക്കും ഉണ്ടത്, എല്ലാവരിലും ഉണ്ടത്. അല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. Done. എല്ലാവരിലും ഉണ്ട്. എല്ലാവരിലും ഉണ്ട്. നെക്സ്റ്റ് ചിത്രം ഒന്ന് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇത് നാഷണൽ അവാർഡ് കിട്ടുന്ന സമയത്തുള്ള പടമാണത്. എനിക്കോട് കിട്ടി അറിഞ്ഞ ആ സന്തോഷമാണ്. എനിക്കോട് ചേച്ചിയുടെ മുഖത്താണ് അത് കൃത്യമായിട്ട് കാണുന്നത്. ഭയങ്കര സന്തോഷമായിട്ട്. അതല്ലാന്ന് അവാർഡ് കിട്ടിയപ്പോ ഉള്ളതല്ലാന്ന്. ഏതാന്ന് വേഗം പറയില്ലെങ്കിൽ ചേച്ചി പറയേണ്ടി വരും. ചേച്ചി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചി എപ്പ എടുത്ത ചേച്ചി? താമസം പുതിയ വീട്ടില്, ലാഫിംഗ് വില്ലയില്. എനിക്ക് തോന്നുന്നു ഒരുപാട് 6-7 വർഷം കൊണ്ട് സലീമേട്ടൻ കെട്ടിപ്പടുത്ത് ഉയർത്തിയ ഒരു വീടാണ് ലാഫിംഗ് വില്ല. അതിലേക്ക് താമസം മാറി. ഇത് നാഷണൽ അവാർഡ് ആണോ? നാഷണൽ അവാർഡ് ആണോ ചേച്ചി? ചേച്ചി പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. തന്നെ കൃത്യമായ ഓർമ്മ. നാഷണൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അഭിനന്ദിക്കാനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കിലൊക്കെ കാണാം. നാഷണൽ അവാർഡ് സലീം കുമാർ. കല്യാണം. സലീമേട്ടൻ ഭയങ്കര സുന്ദരനായിട്ടിരിക്കുന്നു. ചേച്ചി ഓൾവേസ്. പ്രണയ വിവാഹം ആയിരുന്നില്ലേ ഏട്ടാ? അതെ. എത്ര വർഷം പ്രണയിച്ചു? 4 വർഷം പ്രണയിച്ചാണ്. ഏറ്റവും ചേച്ചിയിൽ ഇഷ്ടം തോന്നിയ ഒരു ക്വാളിറ്റി എന്താണ്? ഒരു ക്വാളിറ്റി ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. 3-4 വർഷം പ്രണയിച്ചിട്ട് ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ലെന്നോ? അങ്ങനെ ഒരാളെ ഒരിക്കലും നമ്മൾ ജീവിതത്തിലോട്ട് വിളിക്കത്തില്ലല്ലോ. അങ്ങനെ ശരിയാവും നോക്കാൻ വേണ്ടി വിളിച്ചല്ലേ. എന്നിട്ട് ശരിയായോ? ശരിയായി. അതാണ്. അല്ല, എന്നാൽ ഇപ്പൊ ഇത്രയും വർഷമായേ ചേച്ചിയുടെ ഏറ്റവും നല്ലൊരു സ്വഭാവമായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് തോന്നുന്നത് എന്തായിരിക്കും സലീമേട്ടന്? ഞാനൊരു കാര്യം പറയാം. ഒരു പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുന്നു, അവളെ ജീവിത പങ്കാളിയാക്കുന്നു, ജീവിതത്തിലൂടെ വേണം തെരഞ്ഞു പോകുന്നു. അവക്കവനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എനിക്ക് മീരിനോട് പറയാനുള്ളത്. നിനക്ക് അവൻ മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല, ആരുമില്ല. അപ്പോൾ എപ്പോഴും അവനെയാണ് ഇത് ചെയ്യേണ്ടത്, കെയർ ചെയ്യേണ്ടത്. നമുക്ക് പറയും ഇപ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ടാവും, ആങ്ങളമാരുണ്ടാവും, പലരും വരുമെന്ന്. ആരും വരില്ല. അയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നേരെ ഓപ്പോസിറ്റ് ആയേക്കും. സത്യം. അപ്പോൾ അതിനൊക്കെ ഒരാളെ നമ്മൾ കല്യാണം കഴിക്കുക. മനസ്സിലായില്ലേ? ഞാനതിൽ വിജയിച്ചു, അവളതിന് ഓക്കെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിനകത്ത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിന് കൂടുതൽ ഇത് ചെയ്യാതെ ഭർത്താവ് എന്ന രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ മക്കൾ എന്നോട് നീതി പുലർത്തിയാലും എനിക്കൊരു വിഷമമില്ല. നീതി പുലർത്തേണ്ട ആൾ ഭാര്യയാണ്. കാരണം നമ്മൾ വിഷമങ്ങളൊക്കെ ചെന്ന് പറയാം. അമ്മയില്ല എനിക്ക്, എൻ്റെ അമ്മ മരിച്ചു. അപ്പം നമ്മുടെ വിഷമങ്ങളൊക്കെ ചെന്ന് ആകെയുള്ളൊരാൾ ഭാര്യയാണ്. വേറെ ലോകത്താരുമില്ല. ആണ് സത്യം. കാരണം ഇന്ന് സലീമേട്ടൻ കയറി വന്നപ്പം ഫുള്ള് ചേച്ചി ഇങ്ങനെ സലീമേട്ടൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് സലീമേട്ടനെ ഇവിടെ കൊണ്ടൊക്കെ ഇരുത്തി. എന്നാലും ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് സലീമേട്ടൻ. ഇടയ്ക്ക് ചേച്ചി ഒന്ന് കഴിക്കാൻ പോയപ്പോഴും നോക്കി സലീമേട്ടൻ അവിടെ ഇരിക്കുന്നത് ഓക്കെ ആണോ, എല്ലാം സെറ്റാണോ, ഞങ്ങൾ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഞാൻ കണ്ടു. അപ്പം ഞാൻ ഈ വയ്യാണ്ടാണെങ്കിലും ചില ഷൂട്ടിങ് നിർബന്ധിച്ച് നമ്മളെ കൊണ്ടുപോകുമല്ലോ. അപ്പം ഞാനതിന് പേറ്റേണ കുരങ്ങനെയൊക്കെ ഉണ്ട് ചുടിയൂറ് വരിക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഇവള് റെഡിയാക്കി തന്നു തന്നെ എന്നെ കൊണ്ട് പോകില്ല. അപ്പം ഞാൻ കുരങ്ങൻ, അവള് കാക്കാലൻ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു സ്ഥലത്ത് കാച്ചി തന്ന് ഞാൻ നേരെ ടീം ഇവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, കാരണം എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരും, ഞാനത് ഫുഡ് കഴിക്കും.
വീണ്ടും എന്നെ അവിടെ എടുത്തും ഇവർ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ കൊണ്ട് ഞാൻ പ്രസംഗിക്കും. അവർ കാശ് തരും, ഉള്ളതിലൊക്കെ കൊടുക്കും. ഏതായാലും ഹോട്ടലിൽ കയറ്റി ഫുഡ് തരും. ഞാൻ അവിടെ ഇരിക്കും. അല്ല, ഞാൻ എല്ലാ അവസ്ഥകളും ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതിലെനിക്ക് വിഷമമില്ല. എൻ്റേതായിട്ടുള്ള എല്ലാ അവസ്ഥകളും ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഈ പറഞ്ഞതുപോലെ ചേച്ചിയാണോ ശരിക്കും സലീമേട്ടനെ നയിക്കുന്ന ഒരു ഫാക്ടർ ഇപ്പൊ അതെ ചേച്ചിയാണോ? അതെ അതെ ചേച്ചി പറയുന്ന ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കണം, അതെ എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അമ്മയുടെ സ്ഥാനത്തും കൂടെ അവര് അതെ അതെ സലീമേട്ടൻ അതാണ് പറഞ്ഞാല് അതാണ് അതാണ് നമ്മൾ കൊച്ചുകുട്ടികൾ, ഞാനിത് കേട്ടു, സലീമേട്ടന്റെ ഡ്രസ്സൊക്കെ മാറി വരുന്നു, ഡ്രസ്സ് ചേച്ചി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ എല്ലാം മാറി കൊച്ചൊരു മിടുക്കം പയ്യനെ പോലെ വന്ന് ഇവിടെ ഇരുന്നു. ചേച്ചി കൊണ്ടാക്കി, ആ കിൻഡർ ഗാർഡൻസിലൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവിടുന്നല്ലോ, ഇവിടെ കൊണ്ടാക്കി ചേച്ചി ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പം ടൈം സലീമേട്ടൻ സ്പെൻഡ് ചെയ്യുന്നത് ചേച്ചിയായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം സലീമേട്ടൻ ഓട്ടത്തിലൊക്കെ ആയപ്പോൾ ആ ഒരു ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ കണക്കൂടെ തീർത്തുകൊണ്ട് ഇപ്പം സ്പെൻഡ് അതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇവിളില്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗൾഫിലൊരു ഷോ പറഞ്ഞു. എവിടെയാണ്? നമ്മുടെ ഖത്തർ. ഖത്തർ. അവരോട് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് പൈസ ഒന്നുമല്ല, എനിക്കൊരു ടിക്കറ്റ് കൂടി വേണം, 2 ടിക്കറ്റ് വേണം. അപ്പോൾ എന്നെ മാറ്റണമെങ്കിൽ മാറ്റാൻ വേണ്ടി തന്നെയാണ്. കാരണം ഒരു 2 ടിക്കറ്റിന് നല്ല പൈസയും ബിസിനസ് ക്ലാസ്സിന്. അപ്പോൾ അവരൊന്ന് തരാമെന്ന് പറഞ്ഞ ടിക്കറ്റ് തരാം. ഓക്കെ. എന്നിട്ടാണ് പിന്നെ പൈസയുടെ ചർച്ചകളിലേക്ക് ഇറക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ ഓരോ ദിവസങ്ങളും ചാർട്ട് ചെയ്യാൻ പറ്റില്ല ഇവിളില്ലാണ്ട്. ഇപ്പോൾ നമ്മളൊരു ധൈര്യമായി മാറിയത് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കല്യാണം കഴിക്കാൻ മടിക്കുന്നവരുണ്ട്, കല്യാണം വേണ്ടാന്ന് പറയുന്നവരുണ്ട്. അവരോട് എന്തായിരിക്കും സലീമേട്ടൻ പറയാ? ഒരിക്കലും പാടില്ല. ഈ എണ എന്ന് പറയുന്നത് വേണം, അതൊരു തുണയാണ്. എണയെന്ന് മസ്റ്റാണ്. ഇപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കാം, എണയില്ലാത്ത ഒരു ജീവിയില്ല. പ്രകൃതിയിൽ ചില ജീവികൾ എണയില്ലാണ്ട് കിടക്കണം, നമുക്ക് പറയാം ഇത് കറക്റ്റാണ്, നമുക്ക് എണ ജീവിതത്തിൽ വേണ്ട എന്നുള്ളത്. അവർ കറക്റ്റ് സമയം പോകുമ്പോൾ ഒരു എണ ഉണ്ടാവും അവിടെ, എന്നാലേ ലോകം മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എണ വേണം. എണ ഇല്ലാത്ത എന്ത് ഇതിനോടും നമ്മൾ എതിര് തന്നെയാണ്. കല്യാണം മസ്റ്റാണ്. മസ്റ്റാണ്. കാരണം ഇപ്പൊ ആ ഒരു ചിന്താഗതിയൊക്കെ മാറി വന്നു. ഒരു ലിവ് ഇൻ റിലേഷൻ ഒരു 3-4 വർഷം ഒരാളുമായിട്ട് സ്പെൻഡ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് വേറൊരാളുമായിട്ട് നമ്മൾ ലിവ് ഇൻ റിലേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. അതിലൊന്നും ഒറ്റ ഒരാൾ, വൺ സിംഗിൾ പാർട്ട്ണർ. നമ്മൾ ഏറ്റവും അവസാനം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. ഇതൊക്കെ മാറും. ഈ മീരയല്ല വൃദ്ധയായ മീരക്ക് വേറൊരു രൂപവും ഭാവവും ഒക്കെ ഉണ്ട്, അവസ്ഥയുണ്ട്. അവിടെ ഇതൊന്നും അഭ്യാസം നടക്കൂല, നമ്മളറിയാത്തവരായിക്കുള്ളൂ കൂടുതൽ. ഇപ്പോൾ തന്നെ നമ്മുടെ സിനിമകളൊക്കെ പഴയതായി തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ആണ്. സലീമേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഗ്രാമഫോൺ എന്ന സിനിമയിൽ ഒരു പാട്ട് സീൻ ഒരു ദിവസം സലീമേട്ടൻ രാത്രി ഇരുന്ന് വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ എന്തേ ഇന്നും വന്നില്ല എന്ന് പറയുന്ന മുരളിച്ചേട്ടനും ഒടുവിൽ സാറും എല്ലാവരും സലീമേട്ടൻ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ പാട്ടിൽ. ബാക്കി എല്ലാം ഒരു നിമിഷം സലീമേട്ടൻ ഒന്നിങ്ങനെ സ്കാറ്റേഡ് ആയി പോയി എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു. ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അല്ലാണ്ട് ഞാൻ സ്റ്റഡി അല്ല. അവിടെ സ്റ്റഡി ആണെങ്കിലേ എനിക്ക് സങ്കടപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റഡി അല്ല, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട്. ഞാൻ പേടിച്ചു പോയി ഞാൻ ആ പാട്ട് കണ്ടിട്ട്. എന്തേ ഇങ്ങ് മുണ്ടി ആ പാട്ടില്ലേ, ഗ്രാമഫോണുള്ള പാട്ട്. അവരെയൊക്കെ ഒരു ഓർമ്മ പെട്ടെന്ന് നമുക്ക് കയറി വരും അല്ലേ സാർ? ഓയ്യോ, ഞാൻ അപ്പം തന്നെ അടിച്ചു കളയോ സംഭവം. കാണത്തില്ല. ഇല്ല, കാണാൻ പറ്റില്ല എനിക്ക്. ഈ സിനിമാ നടന്മാർക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, ചത്താലും ചാവില്ല. അങ്ങനെ സംഭവങ്ങളുണ്ട്. ഇവർ ബന്ധുക്കളൊക്കെ ഇങ്ങനെ അത് നല്ലതാണെന്ന് പറയും, പക്ഷെ അങ്ങനെ എല്ലാം നല്ലതല്ല. മരിച്ചങ്ങോട്ട് പോകണം അങ്ങോട്ട്, പിന്നെ അതിൻ്റെ ഘടകങ്ങളൊന്നും ബാക്കി വെക്കരുത്. ഇതല്ലല്ലോ, അവരപ്പോഴും ചാടിത്തുള്ളി കിടക്കുകയാണ് സിനിമ നടന്മാർ. പിന്നെ സുന്റേട്ടൻ മരിച്ചു പോയെന്ന് വെച്ചാലും അദ്ദേഹത്തിൻ്റെ ഹ്യൂമറൊക്കെ ഇങ്ങനെ വീട്ടുകാർക്കൊരു പരിധി വരെ ഇല്ലേ അതൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേണു ചേട്ടൻ അതെ, still they are on with us. അതെ. ഒന്നും മാറിയിട്ടില്ല. പണ്ട് സീമ ചേച്ചിയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ജയേട്ടനായിട്ടുള്ള ഒന്നും കാണത്തില്ല, നസീർ സാറിന്റെ ഒരു സാധനവും കാണത്തില്ല, നമുക്ക് ഈ ഓർമ്മകൾ പെട്ടെന്നേക്ക് കയറി വരും. അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സലീമേട്ടനായിട്ട് ഇങ്ങനെ നിന്നത് നമ്മൾ ഏറ്റവും ഇമ്പാക്ട് ചെയ്ത ഒരു വേർപാട്, സലീമേട്ടൻ ഏറ്റവും പേഴ്സണലി നമ്മൾ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരും ഇമ്പാക്ട് ചെയ്തൊരു വേർപാട് ആരുടെ ആയിരിക്കും സലീമേട്ടൻ? അത്രയും അത് ആരുടെ ആയിരിക്കും?
അല്ല, ഒരാളെന്നല്ല. എന്നാലും ഞെട്ടിപ്പോയത് പ്രതീക്ഷിക്കാത്തൊരു മൊമെന്റിൽ കയറി നമ്മൾ അടിച്ചു കളയും എന്ന് പറയും, നമ്മൾ അങ്ങ് വീഴ്ത്തി കളയും എന്ന് പറയും ചിലവരുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്ന അത് സലീമേട്ടന് ഫീൽ ചെയ്തത്. മണിയായിരിക്കും. മണിയുടെ മരണം പ്രതീക്ഷിക്കാത്ത ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ മണിയുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു കുറച്ച്. അവൻ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിരുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മണ്ണിനോടൊന്ന് വന്ന് ട്രീറ്റ് ചെയ്യാൻ പറ. എനിക്ക് വന്ന അതേ അസുഖം തന്നെയാണ് അവന് വന്നത്. സിമ്പിളായിട്ട് മാറ്റായിരുന്നത്. അപ്പം പേടിച്ചിട്ട് അത് കൊണ്ടേ നടന്നിങ്ങനെ അപ്പോഴും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ചെയ്തിരിക്കുകയാണ്. അവൻ കസേരയിലിരുന്ന് തന്നെ ഷോ ചെയ്യുന്നവരാണ്. ആണ്. ആ അതിന് ജസ്റ്റ് 1 month മുമ്പ് വളരെ ത്രൂ ഔട്ട് ഒരു 2 hours പ്രോഗ്രാം ഞാനും മനുഷ്യനും ചെയ്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിൽ. അന്നും ഈ ജനങ്ങളുടെ അപ്പോഴും നമ്മൾ അറിയുന്നില്ല. അല്ല, ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല മണി, എനിക്ക് അസുഖം ഉണ്ടെന്നുള്ള കാര്യം. അതായിരുന്നു ഏറ്റവും വലിയ. അത് ജനങ്ങൾ എന്ത് വിചാരിക്കും, അറിഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാരെന്ത് വിചാരിക്കും, സിനിമയില്ലാണ്ടായി പോവും, ഔട്ടായി പോകും എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായൊരു ധാരണ ഉണ്ടല്ലോ. അതായിരിക്കും മണിന്. അല്ലെങ്കിൽ ഈ മണി അത് യാഥാർത്ഥ്യത്തിൻ്റെ പാതയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മണിയൊന്നും ജീവിച്ചിട്ടുണ്ട് ആൾ തന്നെയാണ്. അല്ല, അന്ന് ഞങ്ങളും ഈ പറഞ്ഞ പോലെ മനുഷ്യരുടെ ഇടയ്ക്ക് ഒന്നൊന്ന് റെസ്റ്റ് എടുക്കും. സാധാരണ റെസ്റ്റ് എടുപ്പില്ല. ത്രൂ ഔട്ട് 3 മണിക്കൂറെങ്കിൽ 3 മണിക്കൂർ നിന്ന് കളയും. അന്നൊന്ന് റെസ്റ്റ് എടുത്തു, അത്രയേ ഉള്ളൂ. എപ്പോഴും ഇതൊന്നും ഈ പറഞ്ഞ പോലെ റിവീൽ ചെയ്യുന്നില്ല, മെഡിസിൻ ഒന്നും പറയുന്നില്ല. അപ്പം ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെയാണ് വലിയൊരു ഇമ്പാക്ട്. സോ സലീമേട്ടൻ്റെ ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഒന്ന് വീഡിയോകളിലേക്ക് ഒന്ന് നോക്കാനായിട്ട് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പൊൻപ്രഭാതം വിടരും നേരം കുളിച്ച് റെഡിയായി വന്നു, കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ. അന്നത്തെ ഫ്രീക്കാണ്. ഇപ്പോഴും എൻ്റെ ജനറേഷൻ അറിയുന്ന ആദ്യത്തെ ഫ്രീക്ക് പാട്ട് മലയാളത്തിൽ ഇതാണ്. അതിലെ നായകൻ സലീമേട്ടനുമാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത. ഞങ്ങൾ ഞെട്ടിപ്പോയി. അമ്മ ഇപ്പോഴും ഞങ്ങൾക്കറിയാം, സപ്ലിക തീർത്തൊരു കൊട്ടാരത്തിൽ മുന്നിൽ പകച്ചു. അയ്യോ, ആ ലൊക്കേഷനൊക്കെ ഓർമ്മയുണ്ട്. ലൊക്കേഷൻ നമ്മുടെ കാക്കനാട് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പാലൊക്കെ കയറി അതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ടിങ്. ആ, പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു യാത്രയുടെ കാര്യം പറയുമ്പോഴും ഒരു രാത്രി ആണ് ഷൂട്ടിങ്. ഒരു രാത്രി ഉണ്ട് തീർച്ചയായിട്ടും. ഒരു 4-5 മണിക്ക് തുടങ്ങി വൈകിട്ട്. ആ എന്നിട്ട് രാവിലെ ആയപ്പം പാക്കപ്പ് ആയി. ആ ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര വൈറലായിരുന്നു അന്നത്തെ. എനിക്കിട്ട് ഓടി നടക്കുകയാണ് ഞാൻ ആ സമയത്ത്. ഇതാണ് പാട്ടാണ്. അല്ല, അന്ന് ഈ ചേച്ചി ഇപ്പം അന്ന് സലീമയുടെ ഭയങ്കര തിരക്കിലായിരുന്നു, നമുക്കൊക്കെ അറിയാം. അന്ന് ചേച്ചി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വീട്ടിൽ കിട്ടണില്ല, മിസ് ചെയ്യുന്നു എന്ന് എപ്പോഴെങ്കിലും ഒരിക്കലും ഇല്ല, പറഞ്ഞിട്ടില്ല? ഇല്ല. നമുക്കറിയാം, നമ്മുടെ തിരക്കറിയാലോ. എന്നാലും 4 വർഷം പ്രണയിച്ച് നടന്നു എന്ന് പറഞ്ഞേ. മരചുറ്റി പ്രേമം, അന്നത്തെ ആ സ്റ്റൈൽ പ്രേമം എന്ത് എക്സ്പ്രസീവ് ആയിരുന്നു സലീമേട്ട. ശരിക്കും കാമുകന് നല്ല എക്സ്പ്രസീവ് ആയിരുന്നു. റിയലി? പൂ കൊടുക്കുക, കത്ത് കൊടുക്കുക. ഒന്നുമില്ല, നമ്മൾ കത്തൊക്കെ കൊടുത്തിട്ടുണ്ടോ ചേച്ചി? കത്തൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അത് ബോംബുകളായിട്ട് വീട്ടിലിരിക്കുകയാണ് രണ്ടുപേരും. ആണോ? എന്നാ വീട്ടുകാർ അറിയാതെയാണോ പ്രണയിച്ചത്? വീട്ടുകാർ അറിഞ്ഞാലും കാര്യം പറഞ്ഞേക്കോ? അച്ഛൻ ഞാൻ പ്രണയിക്കാൻ പോവേണ്ടെന്നുകൊണ്ട് പോവോ? അതൊരു പിള്ളേരുടെ മനസ്സിൽ വികാരമല്ലേ? അല്ല, ചേച്ചീനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ സലീമേട്ടന്? അല്ലല്ല, അല്ല, സംസാരിച്ചു മിണ്ടിയും പഴകിയും ഒരുപാട് സമയങ്ങൾ പിടിച്ചു. അപ്പൊ എപ്പോഴാണ് ഇത് സലീമേട്ടനാണോ ചേച്ചി തുറന്നു പറഞ്ഞത്? ആണ് ഫസ്റ്റ് ഐ ലവ് യു അങ്ങ് തുറന്ന് മുഖത്തടിച്ചു പറഞ്ഞു? അങ്ങനെയൊക്കെ പറയാൻ പറ്റും. എന്താണ് സിനിമ ഇത്? അല്ല, എനിക്ക് സലീമേട്ടന്റെ ആ ഒരു എക്സ്പ്രസീവ്നെസ് ഏത് ലെവൽ വരെ പോകുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കാം. എത്രാമത്തെ പ്രണയമായിരുന്നു ചേച്ചിയുമായിട്ട്? അങ്ങനൊന്നുമില്ല, ആദ്യത്തെ പ്രണയം എന്ന രീതിയിൽ. പ്രണയം എന്നുള്ള രീതിയിൽ ചേച്ചി ലക്ക് ഹെന്ന മൈ എന്റെ നമ്മുടെയൊക്കെ എടുക്കണേ 5-6 ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കല്യാണം കഴിക്കുന്നേ. പ്രണയം എന്ന രീതിയിൽ ആദ്യത്തെയാണ്. ആണ്. അല്ലാത്തതൊക്കെ തമാശ കളിയില്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. ഒരാളായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു. എന്നാലും ചേച്ചിക്ക് ആദ്യമായിട്ട് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഏതായിരുന്നു സലീമേട്ടൻ? വാച്ചായിരിക്കുള്ളൂ. ഒരു ഓർമ്മ ചേച്ചി, വാച്ചാണ്. ഇപ്പോഴും ചേച്ചി സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? അതെന്താ വാച്ച് സെലക്ട് ചെയ്ത് കൊടുത്തത്? ഞാൻ ദുബായി പോയപ്പോ, പ്രോഗ്രാമിന് ദുബായി പോയപ്പോ അവളെ വാച്ച് വാങ്ങിച്ചു. അവള് കല്യാണം ഉറപ്പിച്ചിരുന്നൂടെ? അങ്ങനെ വായിച്ചു. കല്യാണം ഉറപ്പിച്ചിട്ട് അച്ഛനമ്മമാർ അറിഞ്ഞപ്പോ എന്തെങ്കിലും യുദ്ധം അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല? അവളുടെ അച്ഛനമ്മയ്ക്ക് ലോട്ടറി അല്ലേ അടിച്ചേക്കണത്. അവര് യുദ്ധത്തിന് പോവോ? യുദ്ധത്തിന് പോവോ? യുദ്ധത്തിന് പോവില്ല. കാരണം എന്താ പറഞ്ഞാല് സലീമേട്ടനെ പോലെ ഇത്രയും സുന്ദരനും
സുമുഖനും സൽസ്വഭാവിയുമായിട്ടൊരു അതെ ബ്രൂണോ ഓ, സുൽത്താൻ ചേച്ചി ഇല്ലാന്നൊക്കെ കാണിക്കുന്നു. ബ്രൂണോ സുൽത്താനെ പോലത്തെ ഒരാളെ കിട്ടിയേക്കണത്. അപ്പൊ അമേരിക്ക യുദ്ധത്തിന് പോവോ? ഇല്ല. സിനിമയിലോട്ട് കേറിയിട്ടില്ലാന്ന്. അതിനെന്താണ്, കേറുമല്ലോ. അല്ല ഭയങ്കര പൈങ്കിളി പ്രേമമായിരുന്നു ഇവിടെ. കാരണം നമ്മളിപ്പോ ഇന്നെന്ന് പറഞ്ഞാൽ വാട്സാപ്പില് യു കമ്മിങ് ഡാ, ഐ എം നോട്ട് കമ്മിങ് ഡാ, ടുഡേ ലെറ്റ്സ് ഗോ ഫോർ എ ഡേറ്റ് നൈറ്റ്. ഇന്ന് ആ ഒരു ലൈൻ ആണല്ലോ. അന്ന് അങ്ങനെ കാണാനും മിണ്ടാനും ടൈമൊക്കെ നോക്കി. അതെ, ഒരു രസമുണ്ടായിരുന്നു. ഇന്നത്തെ ഇപ്പൊ ഈ വാട്സപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് ഇപ്പൊ സലീമേട്ടന് ഇല്ല, തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറില്ല. എനിക്ക് അത് തന്നെ സുഖം. ഒരു കത്തൊക്കെ കൊടുത്ത് അതെ കാത്തിരിക്കുക, അതെ, ബസ്സിന്റെ ടൈമൊക്കെ നോക്കി. നോക്കി ഇങ്ങനെ ഇരിക്കുക, ഓ അടിപൊളി. ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. ആ സലീമേട്ടനാണോ വീട്ടിൽ ചെന്ന് പറഞ്ഞത്, ചേച്ചിയുടെ വീട്ടിൽ ചെന്ന്? അല്ലല്ല, അപ്പൊ വീട്ടുകാരെയൊക്കെ വിട്ട് എന്റെ വീട്ടുകാര് ആ ഒരു എതിർപ്പ് ഒന്നും വന്നില്ല. ഇല്ലെന്നേ. ആ അടിപൊളി കേട്ടോ, വെരി സ്മൂത്ത് റിലേഷൻ. എന്നാ വേണോ ഇനി? പ്രണയിച്ച പെൺകുട്ടീനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. ആ കാരണം ഓർമ്മകളെ എങ്ങും നമ്മൾ ബാക്കി നിർത്തുന്നില്ല, നമ്മുടെ കൂടെ കൂട്ടുകയാണ്. ആണ് അതല്ലേ ഏറ്റവും വലുത്. ആണ്. പ്രണയിച്ച പെൺകുട്ടി വല്ലയിടത്തും പോയിരുന്നെങ്കിൽ നമ്മൾ അതൊരു ഓർമ്മയായിട്ട് കിടക്കുന്നതിനകത്ത്. എന്നെ സംബന്ധിച്ച് അതില്ല. അപ്പം ഏട്ടൻ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്നെ ചേച്ചി ഓക്കെ പറഞ്ഞോ? പിന്നെ അല്ലാണ്ട് കണ്ടോ? ഒരുപാട് പരിചയപ്പെട്ടു, ആ, ഒരുപാട് നാളുകൾക്ക് ശേഷം ആണ്. അവൾ മാനസികമായിട്ട് ഏകദേശം ഒന്നായി കഴിഞ്ഞിരുന്നു. ആണ് ഈ പറഞ്ഞ പോലെ ചന്തു ഉണ്ടാവുന്നതിന് മുമ്പ് ആ പേര് പോലും അതെ മനസ്സിൽ. അതെ, അപ്പൊ എന്തോരം അടുപ്പുണ്ടായിരുന്നു ആലോചിക്കണം. രണ്ട് പയ്യന്മാരാന്ന് നമുക്കറിയാം. എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടി വേണം അങ്ങനെ അല്ല, എന്തെങ്കിലും. പെൺകുട്ടി വേണമെന്ന് ആലോചിച്ചിട്ടല്ലോ ആ. പേരിട്ടത് ആർഷ എന്നുള്ള ആർഷ. അപ്പൊ രണ്ടും പയ്യന്മാരായപ്പോ സലീമേട്ടന് തോന്നില്ല അയ്യോ എനിക്കൊരു പെൺകുട്ടി കൂടി ഇനി വേണം, അങ്ങനെയൊന്നും മുന്നോട്ട് ചിന്തിച്ചില്ല? അല്ല, അവള് പറഞ്ഞു പറ്റുള്ളൂ പറഞ്ഞു, അതാണ്. അല്ലെങ്കിൽ ഞാനും റെഡി ആയിരുന്നു. ഞാൻ ഈ പേരെന്ത് ചെയ്യും? ആർഷ എന്നുള്ള പേര് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആർഷയെ തന്നെ ഉറച്ചു നിൽക്കാൻ കാരണം എന്താ? വെറുതെ ഉണ്ണിയാർച്ച. ഉണ്ണി അല്ല, സാധാരണ ഈ പറയാ ആണുങ്ങള് ഏതെങ്കിലുമൊക്കെ കാലത്തുള്ള ഒരു പ്രണയത്തിന്റെ പേരായിരിക്കും ഇങ്ങനെ ക്യാരി. എനിക്ക് പിന്നെ ആർഷ എന്നുള്ള പെണ്ണ് എവിടെയാണ് ഇരിക്കണത് പ്രണയിക്കാനായിട്ട്? ആർച്ച. അപ്പൊ ഈ ആർച്ച എന്നുള്ള പേര് പിന്നെ ഇടാൻ പറ്റും. ഇനി എനിക്ക് തോന്നുന്നു ചന്തു ആരെങ്കിലും കല്യാണം കഴിച്ച അവർക്ക് പെൺകുട്ടി ഉണ്ടാവണമെങ്കിൽ ചിലപ്പോ ആർച്ച എന്നുള്ള പേര് വല്ല. അപ്പൊ അവനല്ലേ തീരുമാനിക്കണ്ട? അത് ശരിയാ. ആ, ഞാനാണ് തീരുമാനിക്കണത്. അത് ശരിയാ. അപ്പൊ ഈ ആർച്ചേനെ എന്നാ ചെയ്തു? അപ്പൊ ചേച്ചീനെ കൺവിൻസ് ചെയ്യാനൊന്നും പറ്റിയില്ല സലീമേട്ടന്? കാരണം ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് ഒരാൾ അങ്ങനെ പറയുന്നത്, പെൺകുട്ടികളുടെ പേര് വരെ അങ്ങനെ ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. ആർഷ എന്നൊരു പേര് കണ്ടുവച്ചിരുന്നു. ഓ പേരിന് വേണ്ടി. ആ, ആ വേണമെങ്കിൽ പേര് വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് ആക്കരുത് പറഞ്ഞ പോലെ പേര് വേസ്റ്റ് ആക്കരുത്. അത് ചെയ്യായിരുന്നു. ചേച്ചിനോ? ആ, പക്ഷെ ചേച്ചിയുടെ തീരുമാനമല്ലേ അതെ, അത്? ഒരു അവരവരുടെ സ്ത്രീയുടെ. തീരുമാനങ്ങളാണ്. കാരണം ഇപ്പൊ കുട്ടികളെ വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന ഒരു അതെ അതെ ജനറേഷൻ അതെ അതെ അതെ. അതിന്റെ ഇടയിൽ ഏട്ടാ രണ്ട് പയ്യന്മാരെ കിട്ടിയില്ലേ? അതെ. അത് തന്നെ ഒരു വലിയ. പിന്നെ പയ്യന്മാരായപ്പോ സലീമേട്ട ഒരു സന്തോഷം തോന്നിയോ? കാരണം പയ്യന്മാരാണ്, നമുക്കിനി വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ? അതോ അത് പയ്യനും പയ്യത്തിയൊക്കെ കണക്ക് തന്നെ രണ്ടും. അപ്പോൾ എത്ര അച്ഛനമ്മമാര്, രണ്ട് പെൺമക്കളുടെ ഒക്കെ അച്ഛനമ്മമാരൊക്കെ നല്ല രീതിയിൽ അവരെ കൊടുത്തു ജീവിച്ചു പോന്നു. രണ്ടാമക്കളുള്ള അച്ഛന്മാര് നടുറോട്ടിൽ കിടപ്പുണ്ട്. എന്നാൽ ഈ ആർച്ച എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതോ വേറെ ഏതെങ്കിലും രണ്ട് പെൺകുട്ടി? ഒന്നുമില്ല, ആർച്ച. അത് പൊളിച്ചു കേട്ടോ. പിന്നെ ഈ സമയത്തൊന്നും അറിഞ്ഞില്ല, പ്രസവിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ആൺകുട്ടിയാണ്, ചന്തുവാണ് വന്നേക്കുന്നത്. പ്രസവിക്കുന്നതിന് മുമ്പ് പറയും നമുക്ക്. അല്ല ഇപ്പത്തെ സ്കാനിങ് ഒക്കെ ഇല്ലേ? സ്കാനിങ് ഇപ്പൊ ഇവിടെ കേരളത്തിലൊന്നും, അത് ഇന്ത്യയില് ജെൻഡർ വലിയ പാടാണ്, നടക്കില്ല. ഇത്രയും കാലം യേശുദാസിന്റെ ഒക്കെ ജുബ്ബ തേക്കണ തേപ്പൂട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇന്നു മുതൽ സൈനന്റെ ഷഡ്ഡി തേച്ച തേപ്പൂട്ടി എന്നറിയപ്പെടും. പടം കണ്ട് ഒരു രക്ഷയില്ല. പിന്നെ പോകണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തൊരു പതിനെ പോകണ്ട. അവന്റെ അഭിനയം ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത തീർന്നു. അതല്ലേ ഒരു ചെടി കൊണ്ടൊന്ന് വെച്ച് അതിൽ വെള്ളമൊഴിച്ച് വളമൊക്കെ ഇട്ട് ഇത്രയും വലുതാക്കിയിട്ട് വയറുവേദന മാറ്റണതിന് വരെ ഒരു മരുന്ന് തുടങ്ങിയ പോരെയെന്ന്. പിന്നെ ഞാൻ ആലോചിച്ചത് എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്?